വിഷം തോന്നുന്നുണ്ട്. ഒരുപാട് വഴികൾ നോക്കിയില്ല, ഒന്നും ശരിയാകാതെ വന്നപ്പോൾ ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയില്ല, പലർക്കും അറിയില്ല. അറിയണം. എന്റെ മരുമകളുടെയും കൊച്ചുമക്കളുടെയും അവസ്ഥ അറിയണം. നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കണം. ഞാനൊരു പാവാണ് സാർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിരപരാധിയാണ് സാർ. അങ്ങനെയുള്ളവരെയാണ് വേണ്ടത്. ഞാൻ ഒറിജിനലിനെ പിടിക്കാറില്ല. നിരപരാധിയെ പിടിച്ചിട്ട് അവനിലൂടെ ഒറിജിനലിനെ അയ്യോ, ഞാനെന്ത് കുറ്റമാണ് സാർ ചെയ്തത്? അവിടെ ചോദിക്കുക. KL01A999 തന്റെ വണ്ടിയാണോ? അതിപ്പോ ആണല്ലോ. അതാണ് കുറ്റം. എടോ, ആ വണ്ടിയുടെ പിന്നിൽ എത്ര കേസാണെന്ന് തനിക്കറിയാവോ? അപ്പൊ അതും കൊണ്ട് നടക്കുന്നവനെ ഞാൻ പിടിക്കണ്ടേ? പിടിച്ചു. കേറി ജീപ്പിൽ. സാറേ, 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 പിടിക്കല്ലേ? ഇങ്ങോട്ട് പോ. ഞാൻ പാവാണ് സാർ. നിരപരാധിയാണ് സാർ ഞാൻ. സാർ, ഫോൺ. ഞാൻ ഈ ഫോൺ നോക്കിക്കോട്ടെ സാർ. ഒരു മിനിറ്റ്. അച്ഛാ, ഒരു കാരണവശാലും അയാളുടെ കൂടെ പോരുത്. എങ്ങനെങ്കിലും മുങ്ങണം. ശരി സാർ. ഇന്നോവ പുതിയത് തന്നെ. എപ്പോഴും ഞാൻ അയക്കുന്നതല്ലേ. അയച്ചേക്കാം സാർ. നല്ല സമയത്ത് സാറ് വിളിച്ചത്. പ്രോബ്ലം ഒന്നുമില്ല സാർ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ സാർ. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇന്നോവ അയക്കാൻ ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. ഈ ഫോൺ കോൾ തട്ടിപ്പാ. അല്ലെങ്കിലോ ഇവിടെ താൻ എന്റെ പണി കളയിക്കല്ലേ. സാറെ പൊക്കോളൂ സാർ. കൂട്ടത്തിൽ നിന്നിട്ട് പാര പണിയല്ലോ കേട്ടോ. സാർ ഈ കാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഹോട്ടലിന് മുന്നേ വാച്ച്മാനായിട്ട് നിൽക്കേണ്ടി വരും. ഇക്കണക്കിന് പോലീസുകാർ അകത്ത് വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണോ? ഞാൻ കുറച്ച് ബിസിയാണ്. പകരം നിന്നെ കൊണ്ട് പോകാൻ പറ. സൗകര്യം കിട്ടുമ്പോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. സാറേ, ഞാൻ പറഞ്ഞില്ലേ അവൻ മുങ്ങൂന്ന്. അവൻ മുങ്ങി. മുങ്ങിയോ? ഓ അല്ല, അത് പിന്നെ താൻ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറ് കേട്ടില്ല. സാറേ, നമുക്ക് ആ വണ്ടിയുടെ പുറകെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമാണത്? എന്റെ ജോസഫെ, തന്റെ പോലീസ് ബുദ്ധി ഇപ്പോഴും തന്നെ വിട്ടു പോയിട്ടില്ല കേട്ടോ. ഇടോ, ആരോ ഒരാൾ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തി. സംസാരിച്ച് കഴിഞ്ഞപ്പോ ഒരു വണ്ടി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ് ആ വണ്ടിയുടെ പിന്നാലെ പോലെ ഈ പോലീസ് ജീപ്പിലെ ഡീസൽ തന്റെ മൂപ്പിനാൽ അടിക്കുവോ? അതെ. നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വേണം. എന്താണെന്നറിയോ, നിന്നെ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയുള്ള മറുപടി എന്നിട്ട് പോയാൽ മതി. ഇങ്ങോട്ട് ഇറങ്ങണം. സാജ, നിനക്ക് സംഭവിച്ചത് എന്താണെങ്കിൽ നമുക്ക് പരിഹാരം കാണാം. പക്ഷെ കാര്യം എന്താന്ന് പറയണം പ്ലീസ്. സാജ, നമ്മൾ പരാജയപ്പെട്ടാൽ എനിക്കിനി വീട്ടിൽ പോലും കയറാൻ കഴിയില്ല. ഇവൻ മിണ്ടില്ല, ഈ പട്ടി മിണ്ടത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് പലതും പറയാനുണ്ട്. അതൊക്കെ നീ കേൾക്കണം. നീ മാത്രം കേൾക്കേണ്ടതാ. നിനക്ക് കിട്ടിയ പണം ജാനകിയുടെ. അതേടാ, അവളുടെ കുടുംബം വിറ്റ് വകை കിട്ടിയതാ ആ 1.5 കോടി. ഒരു തട്ടിപ്പ് സംഘം ചതിച്ചതാ. പോലീസിനെ ഭയന്ന് ഓടുന്ന വഴിക്ക് നിന്റെ വണ്ടി കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് പോയതാ. നമ്മളിങ്ങനെ വിലസിയത് മുഴുവൻ ആ പാവം ജാനകിയുടെ കാശുകൊണ്ടാ. കൂട്ടത്തോടെ മരിക്കാൻ പോയതാ. ഞങ്ങളവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ജാനകി വീണ്ടും ഓഫീസിൽ വരാനും തുടങ്ങി. ഡാ, ഇനി ഞാൻ പറഞ്ഞ ഡീലൊന്നും വേണ്ട. തൽക്കാലം 1 കോടി രൂപ നിന്റെ കയ്യിലില്ല, അതൊന്ന് കൊടുക്കാം. ബാക്കിക്ക് കുറച്ച് സമയം പറയാം.
രൂപ ജാനകിയുടെ വീട്ടിലെത്തിച്ച ശേഷം മാത്രമേ അവൾ ഈ കാര്യം അറിയാൻ പാടുള്ളൂ. അതിനു മുമ്പ് നീ കയറി പറയരുത്. പ്രത്യക്ഷമാഹീശ്വരി ദേവി കന്യാകുമാരി. 50,000 രൂപ കൊടുത്തപ്പോ എന്റെ ക്യാബിന്റെ മുമ്പിൽ വന്ന് നിന്ന് തൊഴുതവളാ. അപ്പൊ 1.5 കോടി തന്നവളുടെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കണ്ടേ? പ്രണാമം. മാപ്പ് ജാനകി, മാപ്പ്. എന്തൊരു അപരാധമാണ് ഞാൻ നിന്നോട് ചെയ്തത്. സാജ, മാപ്പ്. സാജ, മാപ്പ്. ഛെ, ആര്? ഞാനൊന്ന് മാപ്പ് ചോദിക്കട്ടടാ. നീ ഒന്ന് അടങ്ങ് സാജ. ജാനകി, ഞാൻ അതൊക്കെ പിന്നെ പറയാം. ഞാൻ പറഞ്ഞതല്ലേ, നീ ചുമ്മാ. ജാനകി സോറി, റിയലി സോറി. മാപ്പെങ്കിലും പറയട്ടടാ. വേണ്ട, വിവേകേ, ഇവരെ പിടിച്ചോണ്ട് പോ. ചുമ്മാ ഓഫീസിൽ സീനുണ്ടാക്കാം. നീ വന്നോ. കാര്യം പറയട്ടടാ. ഒരു കാര്യം പറയണ്ട. അത് പിന്നെ അവന് ഭയങ്കര കുറ്റബോധം. നിന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞൊന്നും പറഞ്ഞു. ശ്ശെ, അവൻ നിന്നെ വഴക്ക് പറഞ്ഞാൽ അവൻ ദുഃഖിച്ചോട്ടെ. അതിന് നീ എന്തിനാ ഈ കരയുന്നത്? നീ ഇങ്ങനെ മെലോഡ്രാമ കളിക്കാതെ. ആ പൈസ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ജാനകി ഭയങ്കര വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ടാ കയ്യിലുള്ളത് കൊടുത്തിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞത്. എടാ, ഞാനത് സാരമില്ല, എനിക്ക് നിന്റെ മനസ്സറിയാം. നീ പോയി പൈസ എടുത്തോണ്ടോ. അത് മറ്റന്നാ കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് കൊടുത്താൽ പോരെ? അത് കൊള്ളാം. അവകാശിയെ കണ്ടെത്തി മുഴുവൻ കാശും കൊടുക്കാൻ തിടുക്കം കൂട്ടിയ ആളാ. എന്താ, നിനക്കത് കൊടുക്കാൻ താല്പര്യമില്ലേ? എടാ, ഇന്ന് തന്നെ കൊടുക്കണം. അവളുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാ. നീ പോയി എടുത്തോണ്ട് വാ. ചെല്ല്, വേഗം പോയിട്ട് വാ. ഡ്രൈവർ, ഒരു ട്രിപ്പ് പോവും. കയറിക്കൊള്ളു. ബസൻ നഗർ. നമ്മുടെ വണ്ടി എപ്പോഴാ കിട്ടുക? അടുത്താഴ്ച തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പേൾ വെയിറ്റ് നല്ല ഡിമാൻഡാ. ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നടാ. എന്ത് പേൾ വെയിറ്റ് ബുക്ക് ചെയ്തതോ? അതല്ല, വീട്ടിലെ കാര്യം. അതിന് നിന്റെ വീട്ടിലൊന്നും ഇതുവരെ ആർക്കും സംശയം തോന്നിയിട്ടില്ലല്ലോ. അതല്ലേ ഭാഗ്യം. വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് പോയി തിങ്കളാഴ്ച രാവിലെ വരുന്നതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് വരുന്നു തന്നെയാ വിശ്വാസം. നിന്റെ തന്ത ഒരു ടൈപ്പ് അല്ലേ? അങ്ങേര് അറിഞ്ഞാലും വലിയ ഭൂകമ്പം ഒന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. ബുദ്ധിലേശം കുറവാ, പക്ഷെ തെറ്റിയ തറയാ. ഒന്നാന്തരം പേപ്പട്ടിയുടെ സ്വഭാവം. എന്തു പറ്റി? ഒന്ന് കുറച്ചതാ, അല്ല ചുമച്ചതാ. ഇപ്പൊ ശരിയായി. അമ്മാവനെ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞിട്ട് പോയതാണല്ലോ അനന്തരവൻ. പിന്നെന്താ പുലി പൂച്ചയെ പോലെ ആയത്? സാജേട്ടൻ ഫോൺ ചെയ്ത കാര്യം ഞാൻ അമ്മയോട് വ്യക്തമായി പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഒരു കുത്തുവാക്ക്? എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏട്ടന്. കുറെ പൈസയുടെ ആവശ്യമുണ്ട്. അതൊക്കെ ശരി. നിന്നെ കെട്ടാന്ന് ഇവൻ പറഞ്ഞോ? അതും പറഞ്ഞു. അത് നീ പറഞ്ഞാ പോരാ, ഇവൻ പറഞ്ഞ് ഞാനും നിന്റെ അച്ഛനും കേൾക്കണം. നളിനിയെ കെട്ടിക്കോളാന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ഇനി ഞാൻ തന്നെ പറഞ്ഞ് കേൾക്കണമെങ്കിൽ പറയാം. നളിനിയെ ഞാൻ കല്യാണം കഴിച്ചോളാം. ആ, ശുഭലക്ഷണം. നല്ല കാര്യം പറയുമ്പോ പല്ല് തന്നെ ചിലക്കണമെന്നൊന്നുമില്ല, വണ്ടി ശബ്ദം കേട്ടാലും മതി. ആ കൊച്ചാട്ടൻ ഇപ്പൊ വന്നത് നന്നായി. കാര്യങ്ങളൊക്കെ അരക്കിട്ടുറപ്പിക്കാലോ. നല്ല പശുപാലിപ്പൊടി ഞാൻ ചായ എടുക്കാം. ഒരു വിശേഷം പറയാനുണ്ട്. എന്താ? എടാ, ഇത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ചന്തുവാ. ആരായിരിക്കും? ആരായാലും എന്താ, വീട്ടിൽ വന്നതല്ലേ, പോയി നോക്ക്.